ഞാൻ അപ്പോഴേ പറഞ്ഞ ഏതെങ്കിലും പഴയ മാപ്പിളപ്പാട്ട് എടുത്ത് റിമിക്സ് ചെയ്താൽ മതി. അപ്പൊ അവന്റെ ഫ്രഷ്നെസ് കോപ്പ്. അത് അവർ നമ്മ റേഞ്ച് എത്തിയില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. വണ്ടിയുടെ 4 മാസം അടവ് പെൻഡിങ്. അത് കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടട്ടോ നടക്കേ. ഇപ്പൊ അത് മൂഞ്ചി. ഒന്ന് നിർത്തടാ ശാന്ത്. എന്താ നീ ഇവിടെ നിൽക്കണു? ഒന്നുമില്ല. എന്നാ ചായ കൂടി എന്നാ പറയടാ. അത് നമ്മളാ കല്യാണ വീട്ടിൽ വെച്ചൊരു തട്ടിട്ട ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടില്ലേ? അവിടെ ഒരാൾ മാത്രമാണോ തട്ട് കിട്ടിയിരുന്നത്? ഒന്ന് പോടാ. പിന്നെ ഒരു പ്രത്യേകതരം മുഞ്ചുള്ള പെണ്ണ്. അവളെ കണ്ടപ്പോ മുതല് എന്റെ ഉള്ളിൽ എന്തൊരു ഹാല്. ഈ ഹാലിനെ ഒറ്റയ്ക്ക് നീ ഇവിടെ നിന്നാ മതി. അങ്ങോട്ട് നോക്കി. മാനസമൈനെ വരൂ മധുരം നുള്ളി തരൂ തരൂ. എന്താണ് ബോസേ? ഈ പറഞ്ഞില്ലേ റിസൾട്ട് ഒക്കെ? എടാ ഞാൻ ഒരു സത്യം പറഞ്ഞ ഈ ഞെട്ടരുത്. എന്താ? ഞാൻ ആ നാൻസിന്റെ പേപ്പറൊക്കെ എഴുതി. അതുകൊണ്ട് ചിലപ്പോ ഞാൻ പാസ്സാവും. ഓള് +2 പാസ്സായ 4ാമത്താണ്. ഈ വരണെങ്കിയോ? ഈ പോയി നോക്കിട്ട് വേടാ. എനിക്കേ വേറെ കൊറേ പരിപാടികളുണ്ട്. ആ മഞ്ചത്തെ അന്വേഷിക്കാൻ പോകാനായിരിക്കും. താങ്ക്സ് മോനെ ഉറപ്പിച്ചേന്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ഈ എന്തെങ്കിലും ഒക്കെ ചെയ്യും. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണ് മെഹറുബാ. പറന്നു വന്നു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി. ഭയങ്കര സിറ്റുവേഷൻ പാട്ടാട്ടോ. ഈ ചട്ടിപ്പത്തിരിക്കൊന്നും പഴയ വലിപ്പില്ലല്ലോ അമ്മ. ആ എന്റെ വാപ്പാന്റെ പീടിയോല് കച്ചവടത്തിനും പഴയ വലിപ്പില്ല. എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ കെട്ടിയോൻ ഇപ്പോഴും 90s ബിരിയാണി നെയ്ച്ചോറും കെട്ടിപ്പിടിച്ചിരിക്കല്ലേ? വല്ല പിസയിലോ ബർഗറിലേക്കോ പിടിച്ചൊന്ന് കേറി വരാൻ പറയൂ. അതേടാ അപ്ഡേറ്റ്. അതുകൊണ്ട് പട്നയിലാണ്ടെങ്കിൽ പോണ്ട്. ആ നിന്നെ വാപ്പ ചോദിക്കണ്ടായിരുന്നു. വാപ്പയ്ക്കേ നല്ല മുട്ടാല് വേന. കുറെ നേരം അടുപ്പിച്ച് പീടികയിൽ ഇരിക്കാൻ പറ്റണില്ല. നിന്നോടൊന്ന് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു വാപ്പ. ഉമ്മ എന്തീ പറയുന്നത്? എനക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ളതെന്ന്. ഞാൻ ആ കടയിൽ പോയിരുന്ന വാപ്പാന്റെ ബിരിയാണി പോലെ അമ്മായി പോലെ. I have to fly very high. ഇന്നലെ കല്യാണ വീട്ടിൽ കീഴടക്കി ഉയരത്തുന്ന താഴെ ഇറങ്ങിട്ട് പോരെ? അത് ഇത്ര പെട്ടെന്ന് വൈറലായോ? അയ്യോ, ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങും? മോനെ ഇന്നലെ ഞാനും ഉണ്ടായിന കല്യാണപ്പുരയില്. മോനെ എന്തായി? ശമ്പളം കിട്ടിയാ? ബ്രേക്ക്ഫാസ്റ്റേ കിട്ടിയില്ല, പിന്നെ ശമ്പളം. മോനെ എന്തായി? പഞ്ചത്തിനെ ട്രാക്ക് ചെയ്തോ? ഞാൻ കുറെ നോക്കി പക്ഷെ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലംസ്. നീ അവള് വിളിച്ച ഫാത്തിമാന്? പിന്നെ കല്യാണം കഴിഞ്ഞ് പറ്റിയ ദിവസമല്ലേ ഫാത്തിമനെ വിളിക്കുന്നത്. അത് ശരിയാവില്ല. അതിനെന്താടാ പേരും ഡീറ്റെയിൽസ് അറിയാണ്ടേ? നീ വിളിടാ, നീ ഫാത്തിമ വിളിടാ. വിളിക്കാല്ലേ? കാര്യം പേര് കിട്ടിയ ഞാൻ ഇൻസ്റ്റേ വേറെ കാര്യം. എടാ കട്ടാക്കിയല്ല. ഒന്നൂടെ വിളിടാ. വേണോ? ഒന്ന് വിളിക്കടാ. അവള് ഫോൺ എടുക്കൂല. അവൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കും. 1000 rupees ബെറ്റ്. ഫോൺ എടുത്ത് ഇന്നലെ കല്യാണത്തിന് പാട്ട് പാടില്ലേ? ഓനാ? എന്റെ പാത്തു, ഈ പാട്ടും കൂത്തൊക്കെ പടച്ചോ നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാ. അതുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ഹറാമാണ്. നമുക്ക് അവരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട കേട്ടോ. കണ്ടാ എടുത്തില്ല. പിന്നെ കട്ടാക്കി. അവർക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടാവും. പുതുക്കല്ലേ, പുതുമൂടി അല്ലടാ. കോട് കാശ് അതും പോയി. വാ
എന്തായി നോക്കി എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒന്നുകൂടെ സപ്ലൈ ചെയ്തേണ്ടി വരും. അപ്പൊ നീ ഞാൻ കഴിച്ചില്ലായി. ജസ്റ്റ് പാസ്. കൂടെ നിന്നെ ചതിക്കണോ നായന്റെ പട്ടി മോനെ. ജസ്റ്റ് പാസ് അല്ലേ? നോക്കി ടീച്ചറിനുള്ള അബദ്ധം പറ്റിയേക്കും. എന്തായാലും ഈ പാസ്സായില്ലേ, ചെലവെടുക്ക്. എന്റെ പൊന്നളിയാ, ദേ 10ന്റെ പൈസ കയ്യില്. എണ്ണ അടിക്കാനുള്ള എന്താ ഇലക്ട്രിക് വണ്ടി? അല്ല എടാ താടാ പൈസ. ദിവസത്തെ ഫുൾ ചെലവ് ഇവന്റെ വക. എന്നൊക്കെ എന്റെ കിട്ടും, കാണിച്ചു തരാം. അത് അപ്പളല്ലേ, അപ്പ കണ്ടോളാം. പക്ഷെ ഇപ്പൊ അതല്ല വിഷയം. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ കയറും, അതിനൊരു പരിപാടി പറയുന്നു. അതിനല്ലേ നമ്മുടെ ലത്തീഫ് മാമ. ലത്തീഫ് മാമ, അത് റിസ്ക് ആണ്. എടാ ലത്തീഫ് മാമ ഈ സൗർ മാമ നമുക്ക് സെറ്റാക്കണ. മാമെങ്കിലും മാമ ഈ സ്കൂളിൽ പഠിക്കുമ്പോ തുടങ്ങിയതാ ഈ ഉണ്ടാക്കണ കൊയപ്പങ്ങൾക്ക് ഞാൻ വന്ന എന്റെ ബാപ്പന്റെ കാല് പിടിക്കല്. ഇനി എന്നെ അതിനെ കിട്ടൂലാസി. മിണ്ടരുത് ഈ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ അളിയനെ കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. മാമ ഈ ലഡു പുതിയതാണോ? മാമ മാമയാണ് സത്യം. ഞാൻ എക്സാമിന് തോക്കൂല. എന്താ എനക്ക് എത്ര ഉറപ്പ്? ഞാൻ നിർത്തി. തോക്കല് നിർത്തിയാ? അല്ല, എക്സാം എഴുതി നിർത്തി. പഷ്ട് കൈപോക്കിയ പള്ള കാണുന്ന ഷർട്ടും കൽപ്പണിക്ക് പോകുന്ന ബംഗാളിന് മുടിയും. അളിയാ, അതിഥി തൊഴിലാളികളെ പറയരുത്. ഓര് പണിയെടുത്ത് ജീവിക്കണവരാ. അതുപോലെയാണ് പോയി പറഞ്ഞു കൊടുക്ക്. ഇവന് ജമ്മത്ത് ശരിയാവുന്ന എനക്കൊന്നുമില്ല. ഫുൾ ടൈം ചങ്ങായിമാരോടത്തില്ല കറക്കും, കല്യാണപ്പതയിലെ പാട്ടും ഒതൊക്കെ മേലെ ആൽബം കൊടുത്തു. അല്ല ആൽബല്ലാപ്പ, റീല്. റീല് ഇവന്താ ഇവിടെ? ഞാൻ മാത്രം ജയിച്ചതിന്റെ ചെറിയൊരു സന്തോഷം. ലേശം മധുരം കഴിക്കാൻ. മാമ ലഡു. എന്താണ് ഒരു പൈകേ ജവാ? മാമയുടെ ബേക്കറിയില് എന്താ ഏലക്കൻ്റെ ഏലക്ക? പാപ്പ ലഡു. മാ കഴിച്ചോളി. കഴിക്കട. 2000 രൂപയ്ക്ക് വലിയ വില കൊടുക്കണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ മൊനയാസി? ഞാൻ പോട്ടെ. ആ തോറ്റ വിജയുടെ വീട്ടിലൂടെ ലഡു കൊടുക്കാണ്ട് എന്റെ മോന്റെ ലഡു. അളിയാ, നിങ്ങൾ ഓന് ഒരു ചാൻസ് കൂടെ കുടിക്കി, ഓൻ നന്നാവും. എന്നാ പിന്നെ ഓൻ ഇങ്ങളെ ഷോപ്പിൽ കൊണ്ടുപോയി നിർത്തി. അല്ലോ, നന്നാവോ നോക്കാല. പറച്ചോനെ അത് വേണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 മണിക്കൂർ മാർക്കറ്റിൽ പോയപ്പോ ഓനെ പീടികയിരുത്തി. തിരിച്ചു വന്നപ്പോ റുപ്യ 2000 ക്യാഷ് ബോക്സിൽ നിന്ന് പോയത്. അല്ല, ഓൻ കട്ടതൊന്നുമല്ല, ചോദിച്ചപ്പോഴേ പറഞ്ഞോളൂന്നുള്ളൂ അല്ലേ? അളിയാ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പഠിക്കാൻ വിടുമ്പോ ഓരോ താല്പര്യം കൂടി അറിയണേ. അല്ലെങ്കിൽ ആടെയില്ല ഈടെയില്ല എന്നുള്ള അവസ്ഥ ആവും. അതിന് ഓനെന്തേലും കാര്യത്തിൽ താല്പര്യം വേണ്ടേ? ഞാൻ അന്നേ പറഞ്ഞില്ല എനിക്ക് ബിടെക് ഒന്നും പഠിക്കണം, എനിക്ക് മ്യൂസിക് പഠിച്ചാൽ മതി. തേങ്ങാക്കൊല പോയിക്കോളെ എന്റെ മുമ്പിൽ നിന്ന്. മ്യൂസിക്. ഒച്ചുണ്ടാക്കല്ലേ? ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ദുബായിൽ ബഷീറിന്റെ കടയിൽ മാനേജറെ വേണമെന്ന് പറഞ്ഞിട്ട് ഓൻ വിളിച്ചേനു. ഓൻ കച്ചവടം പഠിക്കട്ടെ, ഹോട്ടലെടുത്ത് നടത്താനുള്ളതല്ലേ. ഇനി ഇതിന്റെ പേരിൽ കുതിര കളിച്ച് നടക്കാൻ പറ്റൂല. അളിയ, ദുബായ് എല്ലാടെ നിൽക്കട്ടെ. ഞാനിപ്പോ ഓനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയായ ഓൻ ദുബായിലും പോണ്ട, ഏടെയും പോണ്ട. അളിയാ, ഞാനൊന്ന് കുളിക്കട്ടെ, നിസ്കരിക്കണം. ഓന്റെ ചെങ്ങായിനെ കണ്ട് പഠിക്കാൻ പറയ്. മോൻ കട്ട് പീസ് വെച്ചാൽ മതി. എന്ത് തുണ്ട്? ഓ അങ്ങനെ. അതിനും വേണം ഒരു കഴിവ്. അത് കളി. അസി, ഇത്തവണ കൂടി ഞാൻ വരാം. പക്ഷേ എങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാ കേട്ടോളി. ആ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പൂട്ടിക്കിടക്കണ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അതെന്റെ ഒരു പഴയ ചങ്ങായിന്റെ. അത് ഈ ഏറ്റെടുത്ത് നടത്തണം. പാട്ടും കൂത്തോക്കാൻ പാനൊക്കെ ഇഷ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് മാമ പറഞ്ഞ ഐറ്റം. അല്ല മാമ, ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്റെ സീനല്ല. ഞങ്ങൾ ഈ പറഞ്ഞ റാപ്പ്. അതെ, ആ സ്റ്റുഡിയോന്റെ ഓണർ എന്റെ ചങ്ങായി എന്ന് പറഞ്ഞില്ലേ, ഓനൊരു വക്കീല. ആകെ ഒരേ ഒരു വീക്ക്നെസ്സേ ഓനുള്ളൂ, ലേശം കുടിക്കും. ഉണ്ടാവണേ. ഇതിനകത്തുണ്ടായിരുന്നല്ലോ, നീ ഞാൻ നേരത്തെ കണ്ടെടുത്ത് അടിച്ചോ? ലേശം എന്ന് പറഞ്ഞാ
കുറച്ച് കൂടുതലാ. അയ്യോ ഇതിനകത്ത് ഞാൻ 3 ബാക്കി വെച്ചിട്ട് പോയതല്ലേ. ഇനി ചിലപ്പോൾ അടിച്ച് തീർത്തിട്ടായിരിക്കും പോയത്. ശ്ശേ. നീ എന്നാ പറയാ നമുക്ക് സെറ്റ് ആക്കാൻ ഇതായിട്ട് ഓ ഇന്നാണ് ഒരെണ്ണം അടിക്കാന്ന് വെച്ചാൽ മുടിയാനായിട്ട് ട്രൈ ഡേ. ഒരെണ്ണം അടിക്കാൻ. Excuse me, sir. ആ ആരാ ബാ. ഗുഡ് ഡേ ഹായ് നൈസ് ടു സർ. ദിസ് ഇസ് എ സ്മോൾ എന്താ ഇത്? സർ ഇവിടെ ഒരു സ്റ്റുഡിയോ സ്പേസ് വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്ലാൻ എന്ന് കേട്ടു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാനത് വേണ്ടെന്ന് വെച്ചു. സർ സർ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ബിക്കോസ് വി ആർ മ്യൂസിക് ബാൻഡ് മോഞ്ചൻസ്. അവസാനം പേര് പോലെ തന്നെ ആവുമോ മൂഞ്ചൻസ്? സർ ഞങ്ങളത് പൊന്നുപോലെ നോക്കിക്കോളാം സർ. ബിക്കോസ് സാറിന് എന്തായാലും ഇത് വെറുതെ എടുക്കല്ലേ, പിന്നെ സാറിന് ഒരു ജീവിതമാർഗം ആവുക. വെള്ളം അടിച്ചുകൊണ്ട് കമ്മിറ്റ്മെന്റും ആയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്താലോ? അയ്യോ വേണ്ട സാർ, ഞങ്ങൾ പകലടിക്കാറില്ല. ഇതല്ലടോ, സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ഷെയർ ചെയ്താലോ എന്ന്. ഓക്കെ സർ. അപ്പൊ നിങ്ങൾ ഇത് നടത്തുന്നു, വരുമാനം നമ്മൾ ഷെയർ ചെയ്യുന്നു, എന്ത് കിട്ടിയാലും 50-50. എന്താ? ഓക്കെ സർ. ഓക്കെ ആണ്. ആ എന്നാ നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോവാം. ഇതുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, എഡിറ്റിംഗ് സ്റ്റുഡിയോ, ലൈറ്റ്സ്, ക്യാമറ, കൺട്രോൾസ് എല്ലാം ഉണ്ട്. സാർ ഇത് എഡിറ്റിംഗ് സൂട്ട്. എഡിറ്റിംഗ് സൂട്ട് ആയിരുന്നു, ഇപ്പൊ ഞാൻ ഡ്രിങ്കിങ് സൂട്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈ എന്നെയുള്ള സാറേ എന്നുള്ള വിളി ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സാറേ എന്നുള്ള വിളി അങ്ങ് നിർത്തിക്കോ. അച്ചായാന്ന് വിളിച്ചോ. എന്തോ ഒരു ബൈക്ക് സിഗ്നൽ വയലേഷൻ നടത്തി കടന്നു പോയിട്ടുണ്ട്. സാറേ കോളേജാ ഉദ്ദേശം. ആ വണ്ടി നമ്പർ കറക്റ്റാ അല്ലേടോ? അതെ സാർ. എന്താ സർ? ജോയിന്റ് ഉണ്ടാ കയ്യില്? അല്ലാന്നില്ല സർ. ഉറപ്പാണ്? സത്യമായിട്ടില്ല സർ, ഞാൻ ഉപയോഗിക്കില്ല. സാറിനെ പറ്റിക്കില്ലല്ലോ? ഇല്ല സർ. ഉറപ്പല്ലേ? ഉറപ്പായിട്ട്. വെരി ഗുഡ്. അപ്പൊ തന്റെ ധൃതിക്ക് കാരണം ഇതല്ല, വേറെ എന്തൊക്കെയാണ്. സാറില്ല, അപ്പൊ ഒരു 2000 രൂപ അടച്ചിട്ടേ. 2000 റുപ്യ? 2000 റുപ്യ. അയ്യോ സാർ, അത്രയും പൈസ. അയ്യോ അത്ര പൈസ ഉണ്ടാവില്ല സർ. സാർ മതി, പക്ഷെ വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും. ഈ സിഗ്നലും കട്ട് ചെയ്ത് ഇവന്റെ ഒരു ഓട്ടം. സാർ ഒരു മിനിറ്റ്. ഇവനാ പോക്ക് പോവും. ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് പറയാൻ പോകുമ്പോ ഹായ്, എന്നെ ഓർമ്മയുണ്ടോ? ആ ഫാത്തിന്റെ അടുത്ത കല്യാണത്തിന് വെച്ചേണ്ട റാപ്പർ ഓർമ്മയുണ്ട്. ആസിഫ്. എന്റെ പേരാണ് ആസിഫ്. പിന്നെ റാപ്പേഴ്സിന്റെ ഇടയിൽ ആസ്ബി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുട്ടിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാ? ഒരു $1,200 കടമായിട്ടോ കോപ്സ് പിടിച്ചു. യുനോ ട്രാഫിക് റൂൾ വയലേഷൻ ആൻഡ് യുനോ. സോറി, എൻ്റെ ഒരു 700 അതുമില്ല, ബാക്കി ഫ്രണ്ടിനോട് ചോദിച്ചു. എൻ്റെ കയ്യില് യുനോ ബ്ലഡി സൊസൈറ്റി. ഓക്കെ, താങ്ക് യു. അയ്യോ ഒരു മിനിറ്റ്, നിങ്ങളാ ഫോൺ നമ്പറും തരാൻ പറ്റുമോ? എന്തിന്? അല്ല, ഗൂഗിൾ പേ വഴി പൈസ തിരിച്ചിടാൻ. 9872817685. ഓക്കെ, പേര് അല്ല മാറിപ്പോണ്ടല്ലോ. മറിയ. മറിയ? മറിയ ഫെർണാണ്ടസ്.
ഓക്കെ മറിയ അന്നത്തെ മർഹബ നൈസായിട്ടോ. കൊള്ളാലോടാ. സാറ് മറക്കൂലട്ടോ. ടെൻഷനും പോയി ചില്ലുമായി. താങ്ക് യു സാർ. കാവുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. സ്റ്റുഡിയോ തിരിച്ചവനറി ഞാൻ ആ മൊഞ്ചത്തിനെ കണ്ട്. പേര് മറിയ. മറിയ ഫെർണാണ്ടസ്. അപ്പൊ മുഞ്ചത്തിയല്ല ആലാകയ. മറിയ ഹാസ്ബി അല്ലെങ്കിൽ വേണ്ട മറിയ ഹാസ്ബി അല്ലെങ്കിൽ മറിയ ഹാസ്ബി കടലും. പിന്നെ എന്നെ വെറുതെ കാണണമെന്ന് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പോയിട്ട് ഇങ്ങോട്ട് തന്നെ വാട്ടോ. എടാ കല്യാണം വിളിക്കും വരണം.